ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സൂസീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയും, എല്ലാം അറിയാൻ പാടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഉപകാരമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എപ്പോഴും അടുക്കളയിൽ നമുക്കെപ്പോഴും ക്ലീനിങ്ങും അതുപോലെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നതുമാണ് എപ്പോഴും ഒരു അധികമായിട്ടുള്ളൊരു പണിയാണ്. അത് നമ്മൾ എത്ര ചെയ്താലും തീരുന്നില്ല. നമുക്കൊരു കുറച്ച് ടിപ്സുകൾ നോക്കാം. ഇന്ന് നമ്മൾ ആദ്യമേ കഞ്ഞിവെള്ളത്തിലാണ് ഇന്നത്തെ ടിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഞ്ഞിവെള്ളം ഒരു നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ള എത്രത്തോളം ക്ലീൻ ചെയ്യണോ അതിനാവശ്യമായിട്ടുള്ള ഒരു കപ്പ് ഒക്കെ എടുത്താൽ മതിയാകും. കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ തീർന്ന പേസ്റ്റിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ, അത് കണ്ടിച്ച് അങ്ങ് ഇടുക. ഇനി അത് തീർന്നതില്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേസ്റ്റിൽ നിന്ന് ഒരു ഏകദേശം ഒരു അര സ്പൂണോളം പേസ്റ്റ് നമുക്കതിലേക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി, ഇപ്പം ഞാൻ അതിൻ്റെ വേസ്റ്റ് കാലിയായ കൂടായിരുന്നു, അപ്പോൾ അതിനകത്തുനിന്ന് നല്ലപോലെ അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ അതിനുള്ളിലേക്ക് ഒരു 2-3 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തു. ഇനി നമ്മൾ ബേക്കിംഗ് സോഡയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, എനിക്കുണ്ടായിരുന്നതാണ്, അതെടുത്താണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ ഒരു 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ സ്റ്റൗവിൻ്റെ ഗ്ലാസ് ടോപ്പാണ്, അപ്പോൾ അതിൽ എപ്പോഴും നിറയെ എണ്ണയെല്ലാം വീണ് പാടായിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കും. നമ്മളെന്നും ക്ലീൻ ചെയ്താലും അങ്ങനെ തന്നെ കാണും. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ഈ ലോഷൻ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് പേപ്പർ മുക്കിയെടുത്താലും മതിയാകും, അല്ലെങ്കിൽ നല്ല കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവല് ആ ലോഷനിൽ മുക്കിയിട്ട് നന്നായിട്ട് സ്റ്റൗവിൻ്റെ ടോപ്പെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് നമ്മുടെ പേസ്റ്റും അതുപോലെ തന്നെ സോഡാപ്പൊടി, പിന്നെ വിനീഗറും. ഗ്ലാസ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് വിനീഗർ. ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആ ടവല് നന്നായി കഴുകിയിട്ട് നല്ല വെള്ളം കൊണ്ട് ഗ്ലാസ് ടോപ്പ് നന്നായിട്ട് തുടച്ച് തൂത്ത് വച്ചിരിക്കുന്ന ലോഷനൊക്കെ നമുക്ക് നന്നായിട്ട് തുടച്ച് കളയാം. ഇപ്പോൾ തന്നെ നല്ല വെള്ളത്തിലൊന്ന് നന്നായി തുടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഗ്ലാസ് ടോപ്പ് നല്ലപോലെ വെട്ടി തിളങ്ങുന്ന രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇതിങ്ങനെയൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഡെയിലി അത് ഉപയോഗിച്ച് നോക്കി വളരെ നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ സാധാരണ എന്നും ഇപ്പം ഇങ്ങനെയായിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ എണ്ണ മെഴുക്കെല്ലാം നന്നായിട്ട് പോകും. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് നല്ല ഉണങ്ങിയ ടവല് കൊണ്ട് ഒന്നും കൂടി തുടയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് ലാസ്റ്റ് ഒന്ന് തുടച്ചാലും മതി. ഗ്ലാസ് ടോപ്പ് എല്ലാം നല്ല വൃത്തിയായിട്ട് വരികയും ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നല്ല ഗ്ലാസ് ടോപ്പ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അത്ര കണ്ട് കണ്ടാലറിയില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്നാന്ന് നോക്കാം. നമ്മൾ സാധാരണ പച്ചമുളകെല്ലാം വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പച്ചമുളക് നന്നായി വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഞെടുപ്പെല്ലാം അത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഒരു പേപ്പറിൽ നിരത്തി വെച്ച് അതിൻ്റെ വെള്ളം മൊത്തം പോകാൻ പാകത്തിന് റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിനുള്ളിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് പേപ്പർ വെച്ച് കൊടുത്താലും മതി. അങ്ങനെ അത് പാത്രം നിറച്ചും മുളക് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പേപ്പറോ ഒരു പീസും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ പാത്രം നന്നായി അടച്ചെടുക്കാം. ഇപ്പം അടച്ച് വൃത്തിയായിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും ഒരു മുളക് പോലും കേടാവില്ല. ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മല്ലിയിലയുടെ ഒരു ടിപ്പാണ്. മല്ലിയിലയും ഇതുപോലെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ നല്ലപോലെ കഴുകിയെടുക്കുക. അതിൻ്റെ വേരിലുള്ള മണ്ണും ചെളികളെല്ലാം കഴുകി ഒരു പേപ്പറിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ ഉണങ്ങി എടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം.
ഒട്ടും വെള്ളയില്ലാത്ത പോലെ എടുക്കാം. ചെളിയെല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഇലകളെല്ലാം ഒന്ന് മാറ്റിക്കളയാം. മറ്റൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അതിനുള്ളിലൊരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ബോട്ടിലല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ജാറാണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സൗകര്യത്തിനുള്ള പാത്രം, അതായത് ഇത്തിരി പൊക്കമുള്ള പാത്രമാണ് എപ്പോഴും നല്ലത്. ഇതിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനുള്ളിലേക്ക് ഈ മല്ലിയില ഇറക്കി വെക്കണം. മല്ലിയിലയുടെ വേര് മാത്രം വെള്ളത്തിൽ മുക്കാൻ പാകത്തിന്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഇലയൊന്നും അതിൽ മുട്ടിക്കാതെ എടുത്തു വെക്കണം. ഇല മുട്ടിയാൽ ചീഞ്ഞു പോവും, വെള്ളം ചീത്തയാവും. എന്നിട്ടിത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ കൂടില്ലേ, ആ കൂടെടുത്ത് അതിനുള്ളിൽ അത് ഈ മല്ലിയില ഫുൾ കവർ ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളത് കവർ ചെയ്ത് അടിവരെ കൂട് താത്തി വയ്ക്കണം. ഫുള്ളായിട്ട് താത്തി വെച്ചിട്ട് ഇതുപോലെ ഫുൾ താത്തി വെച്ചിട്ട് ഇലയിൽ മുട്ടാതെ വലിയ കൂടെടുത്താൽ മതിയാകും. എന്നിട്ടിത് കൂട്ടി നമുക്കൊരു റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി. ഇതും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരു ഇല പോലും കേടാവാതെ നന്നായി നമുക്ക് കിട്ടും. ഞാൻ എന്നും അങ്ങനെ തന്നെയാണ് വലിയ ഇല ഉപയോഗിക്കുന്നതാണ്. അതുപോലെ പുതിനയിലയും ഇതേ സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പ്, പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ നമ്മളെപ്പോഴും വീടുകളിൽ കിട്ടുന്നത് സൂക്ഷിക്കാനൊക്കെ എപ്പോഴും കൂട്ടി ഇട്ടിരിക്കുന്നതല്ലേ, അത് നമുക്കൊന്ന് മാറ്റി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം. നമുക്ക് സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു ടിപ്പാണിത്. കുറച്ച് ശ്രദ്ധിച്ച് നന്നായി ഈ കൂട് ഷിമ്മി ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് എടുത്തിട്ട് നന്നായി മടക്കി ലെവൽ ചെയ്യുക. പടത്തിൽ കാണുന്നത് പോലെ ചെയ്താൽ മതിയാകും. എന്നിട്ട് അതൊന്ന് മടക്കി ഇപ്പം ഒരൊറ്റ ലെവലിലാക്കിയിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ ബാക്കിൽ നിന്ന് 1 ഇഞ്ച് നീളത്തിൽ, അതായത് നമ്മുടെ ഒരു വിരലിൻ്റെ ആ ഒരു നീളത്തിൽ ഒന്ന് ചതുരത്തിൽ മടക്കിയെടുക്കുക. സമചതുരമായിട്ടിരിക്കണം. ഇത് എന്നിട്ടൊന്ന് കോൺ മടക്കുക. വീഡിയോയിൽ കാണുന്നത് നോക്കിയിട്ട് അതുപോലെ കോൺ പോലെ മടക്കുക. വീണ്ടും അത് മുകളിലേക്ക് മടക്കുക. അപ്പോൾ വീണ്ടും കോൺ പോലെ തന്നെ മടക്കണം. ഇതുപോലെ അത് മടക്കിയതിന് ശേഷം വീണ്ടും ആ കോൺ തിരിച്ച് അങ്ങോട്ട് മടക്കുക. വീണ്ടും മുകളിലേക്ക് തിരിച്ച് മടക്കുക. കോൺ പോലെ അത് മടക്കുന്നത്. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കോൺ ഷേപ്പിൽ തന്നെ അത് കിട്ടും. അങ്ങനെ ഫുൾ മടക്കി തീർന്നതിന് ശേഷം ഇനി ഇത് നോക്കി പടത്തിൽ ഞാൻ ഇങ്ങനെ കോൺ ഷേപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു പോക്കറ്റ് പോലെ ഉണ്ടാവും. ആ പോക്കറ്റിലേക്ക് നമ്മുടെ ഈ അതിൻ്റെ എൻഡ് ഭാഗം കയറ്റി വിട്ടാൽ മതിയാവും. ശരിക്കും പോക്കറ്റ് ഷേപ്പിൽ ഒരു കോൺ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഇത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടിലിട്ട് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡബ്ബയിലിട്ട് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ബൂട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഇതുപോലെ മടക്കിയ കൂടുകളാണ് ഇതെല്ലാം. ഇതൊക്കെ എല്ലാം കൂടി ഒരുമിച്ചൊരു കൂട്ടിലിട്ട് വെച്ചാൽ വളരെ എളുപ്പവും വൃത്തിയായിട്ടും നമുക്ക് കൂടി സൂക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്സിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.